നീ അങ്ങോട്ട് നോക്കി. എന്നോട് CPM-ൽ നിന്നും BJP-യിലേക്ക് പോയിട്ടുള്ള ചില ആളുകളുടെ പേര് ചോദിച്ചു. ഞാൻ പറയാൻ എഴുതിയെടുത്തോളൂ, അറിഞ്ഞുകൊണ്ടെങ്കിൽ എഴുതിക്കോളൂ. വണ്ടി എടുക്കട്ടെ മോളെ. ഒന്ന് അതല്ല, അല്ല തീർന്നില്ലല്ലോ. ഞാൻ പറയാതെ പ്ലീസ് താങ്കൾ ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ഇനി അശോക് ദിന്ദ BJP പോയി. മുബഷർ അലിയൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടം ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. താങ്കളുടെ അവസരത്തിൽ തിരുത്താം. ഇത് മര്യാദയാണ്. പച്ചക്കള്ളം പറഞ്ഞു. ഏതെങ്കിലും നേതാവ് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകാത്ത ഏതിനും ഒരു മര്യാദ വേണം. നിങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടാകുന്നുണ്ട് ഞങ്ങൾക്കറിയാം. ഇങ്ങനെ കിടന്ന് അടിക്കുന്നത് മോശമാണ് കേട്ടോ. ഇതാണ് പൊളിറ്റിക്കലി തന്തയില്ലായ്മ എന്ന് പറയുന്നത്. വളരെ മോശമായി പോയി. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ നിങ്ങളിങ്ങനെ ഈ തരത്തിലുള്ള സംഭാഷണത്തിലേക്ക് പോവല്ലേ? ഈ വിഷയങ്ങൾ എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. മത്സരമാണോ? ഈ തന്തക്കിളി മത്സരത്തിൽ ആരാണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നതെന്നുള്ളതാണ് ഇപ്പൊ വിഷയം. ഷാബു പ്രസാദ് ഞാനത് പറയണത് ആഗ്രഹിച്ചതല്ല, എന്നെ കൊണ്ട് പറയുന്നതാണ്. ഒരിക്കലെങ്കിലും ഞാൻ അവന്റെ ഭാഷ ഉപയോഗിച്ച കേട്ടോ. അല്ല, ഇത്തരത്തിലുള്ള അഭ്യാസം നിങ്ങൾ അതിന് മറുപടി പറയണം. പറഞ്ഞു കഴിഞ്ഞു. ഒരു മാറ്റവും ഇല്ലല്ലോ. അതൊന്ന് പറയാൻ സമ്മതിക്കൂ. എന്തായാലും പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ആദ്യം വാവുണ്ടെന്ന് പറഞ്ഞോട്ടെ, പിന്നെ ചന്തിട്ടാട്ടി എങ്ങനെ വേണോ പറഞ്ഞോട്ടെ. ഷുജൈക്ക് ശാന്തത അത് പറയുന്നില്ല. അത് കേട്ടാലല്ലേ അങ്ങ് തെറ്റിദ്ധരിച്ചു. ഞാനല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും അദ്ദേഹം തമ്മിൽ വിവരം കെട്ടവനെയൊന്നുമല്ല. അങ്ങ് എന്നെ തെറ്റിദ്ധരിച്ചു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അല്ലല്ല, ഇങ്ങനെ പറയുന്നവരും വിവരം കെട്ടവനും നല്ല വിളിക്കണ്ട, അതിനപ്പുറത്തേക്കാ വിളിക്കേണ്ടത്. ഞാൻ സാമാന്യ മര്യാദ കൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുക. എന്തിനടയും കുറ്റി കുഴിച്ചിട്ട് പോലെ ഇവിടെ ഇരിക്കണേ? ഇങ്ങനെയുണ്ട് ഒരു ജന്മം. വേണ്ട, അവരെന്തെങ്കിലും പിന്നെ പൊളിറ്റിക്കലി ഉപയോഗിക്കാൻ പാടില്ലാത്ത വാചകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കും. അതെ, അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ. ഈ മാലപ്പടക്കത്തിന് പകരം അത് തന്നെ കുറെ അങ്ങ് പൊട്ടിച്ച പോരാ. എനിക്കെല്ലാമായി തൃപ്തിയായി.